നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ആളുകൾ ഞാൻ ജീനിയസ് ആൻഡ് വെരി സ്മാർട്ട് ആണെന്ന് പറയുന്നത്. എന്നാൽ മറ്റു ചിലരുണ്ടാവും അവരെത്ര നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അത് പാട്ടാക്കി നടക്കില്ല. എന്നാലും ജീനിയസ് ആണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അവർ ജീനിയസ് ഒന്നല്ലാന്ന്. അവർ സ്വന്തമായിട്ട് ഇങ്ങനെ പറയുമെങ്കിലും അവർ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. പലപ്പോഴും ജീനിയസ് ആയ ആളുകൾക്ക് മറ്റുള്ളവരെക്കാൾ മികച്ച ആളുകളാണെന്നുള്ള കാര്യം അവരുടെ മൈൻഡിൽ ഉണ്ടാവുക പോലുമില്ല. സോ ഒരു വ്യക്തിയെ കണ്ടാൽ അയാൾ ജീനിയസ് ആൻഡ് വെരി സ്മാർട്ട് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ ഒട്ടും സമയം കളയാതെ ലേറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, അലോൺ ആയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ജീനിയസ് ആയിട്ടുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു. ഒരാളെ കണ്ടാൽ അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് സ്വന്തമായിട്ടുള്ള ഫ്രണ്ട്സ് ആവും ഏറ്റവും വലുത്. സോ അഹങ്കാരി, ജാഡ, പഠിപ്പിസ്റ്റ്, മിണ്ടാപ്രാണി തുടങ്ങിയ ഒട്ടനവധി പേരുകളും അവരെ വിളിക്കുന്നു. ഇലോൺ മസ്ക്, ഗലീലിയോ ഗലീലി, ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റൈൻ, സ്റ്റീഫൻ ഹോക്കിംഗ്, ഡെസിഡേറിയസ് എറാസ്മസ്, ജോൺ സ്റ്റുവർട്ട് മിൽ തുടങ്ങിയ ഫേമസ് ആയിട്ടുള്ളവരെല്ലാം ജീനിയസ് ആയിട്ടുള്ള വ്യക്തികളാണെന്ന് പറയുന്നുണ്ട്. സോ ഇവരുടെ ബ്രെയിൻ സ്പീഡ് ആൻഡ് ഫോക്കസ് കൂടുതലായിരിക്കും. ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഇക്കൂട്ടർ നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. സാധാരണ ആളുകൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വിഷമിക്കുന്നത് കാണാം. എന്നാൽ ജീനിയസ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈം എന്ന് പറയുന്നത് അവർ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. അതേസമയം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയും അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യും. നമ്പർ 2, സാധാരണ ആളുകൾ ഒരു കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ചിന്തിക്കാതെ തീരുമാനം എടുക്കുകയും ഒരു വലയിൽ ചെന്ന് ചാടുകയും ചെയ്യും. എന്നാൽ ജീനിയസ് ആയിട്ടുള്ള ആളുകൾ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട് എന്തെല്ലാം എന്ന് തിരിച്ചറിഞ്ഞിട്ടേ അവർ തീരുമാനം എടുക്കുകയുള്ളൂ. നമ്പർ 3, സയന്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജീനിയസ് ആയിട്ടുള്ള വ്യക്തികൾ സ്വന്തം വിഷമങ്ങളും സന്തോഷങ്ങളും ആരോടും തന്നെ പറയാതെ സ്വന്തം തന്നെ കണ്ണാടിയിൽ നോക്കി സംസാരിക്കുന്നവരായിരിക്കും. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീനിയസ് ആയിട്ടുള്ള വ്യക്തികളിൽ പെട്ട ഒരാളാണ്. നമ്പർ 4, ജീനിയസ് ആയിട്ടുള്ള വ്യക്തികൾ ക്വാളിറ്റിയേക്കാൾ ക്വാണ്ടിറ്റിക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പലരും ക്വാളിറ്റിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കും, ചിലർ രണ്ടിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കും. ജീനിയസ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ക്വാണ്ടിറ്റിക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മനഃശാസ്ത്രജ്ഞൻ ഡീൻ സ്മൈൽട്ടൺ പറയുന്നത് ജീനിയസ് ആയിട്ടുള്ള വ്യക്തി ഒരു ആശയം കൊണ്ടുവരില്ല, ബട്ട് ഒരുപാട് ആശയങ്ങൾ കണ്ടെത്തുകയും അതിലേതാണ് ബെസ്റ്റ് അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അദ്ദേഹം പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. 2 ഗ്രൂപ്പിനോട് മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞു. ഒരു ഗ്രൂപ്പിനോട് നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര ഉണ്ടാക്കാൻ ശ്രമിക്കുക. മറ്റേ ഗ്രൂപ്പിനോട് പറഞ്ഞത് നിങ്ങൾ ക്വാളിറ്റി ഉള്ള ഒരു മൺപാത്രം മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നാണ്. എന്നാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൺപാത്രം ഒരുപാട് മൺപാത്രം ഉണ്ടാക്കിയ ഗ്രൂപ്പിന്റേതായിരുന്നു. അവർ ഉണ്ടാക്കിയതിലെല്ലാം ബെസ്റ്റ് ആകണം എന്നില്ല, അതിലേതെങ്കിലും ഒന്ന് ബെസ്റ്റ് ആയാൽ മതി. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാലേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ളത് കിട്ടുള്ളൂ എന്നുള്ളൊരു പാഠം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നമ്പർ 5, ഒരുപാട് ടൈം ചിന്തിക്കുന്നവരായിരിക്കും. ഒരു കാര്യം കിട്ടിയാൽ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ബ്രെയിനിന് ഒരു വിശ്രമം ഉണ്ടായിരിക്കില്ല. ടെൻഷൻ ഇവരുടെ കൂടെപ്പിറപ്പായിരിക്കും. ഇക്കാര്യങ്ങൾ കൊണ്ട് അവരുടെ കൈകാലുകൾ എപ്പോഴും അനക്കിക്കൊണ്ടേയിരിക്കും. നഖം കടിക്കുക, ഉറക്കക്കുറവ്, ഈ ലക്ഷണങ്ങളെല്ലാം ഇവർക്കുണ്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.